1632 ഈ ലോകത്തിലത്തെ തന്നെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ബിൽഡിങ്ങിന്റെ പണി ആരംഭിച്ചു. അന്നേ വരെ ആരും കാണാത്ത വളരെ അതിമനോഹരമായിട്ടുള്ള എഞ്ചിനീയറിംഗ് മാർവലായിരുന്നു. ഇത് പണിയാൻ വേണ്ട റോ മെറ്റീരിയൽസ് ഏകദേശം 450 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു സ്ഥലത്തു നിന്നാണ് കൊണ്ടുവന്നത്. അങ്ങനെ ഏകദേശം 22 വർഷം കൊണ്ട് 1000 ആനകളും 20,000-ഓളം വർക്കേഴ്സിന്റെ എഫേർട്ടിന്റെ റിസൾട്ടാണ് നമ്മുടെ ഇന്ത്യയുടെ തന്നെ അഭിമാനമായ താജ്മഹൽ. ഇത് സംഭവിച്ചത് ഏകദേശം 392 വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷേ ഏകദേശം 4500 വർഷങ്ങൾക്ക് മുമ്പ് ചുട്ടുപൊള്ളുന്ന മരുഭൂമിയുടെ നടുവിൽ ഏകദേശം 2.5 ടണ്ണോളം ആവറേജ് ഭാരം വരുന്ന കട്ടകൾ കൊണ്ട് അത് ഏകദേശം 800 കിലോമീറ്റർ അകലേന്ന് കൊണ്ടുവന്നതും അതിൽ ഏറ്റവും കൂടുതൽ ഭാരമുള്ള കട്ടയ്ക്ക് ഏകദേശം 80 ടണ്ണോളം ഉണ്ട്. അതും വെറും കട്ടകളൊന്നുമല്ല, നല്ല ഹൈ പ്രിസിഷനിൽ കട്ട് ചെയ്ത ഹൈ അക്യുറസിയിൽ പണി തീർത്ത ഒരു അത്ഭുതം തന്നെയാണ് ഗിസയിൽ കണ്ടുവരുന്ന ഗ്രേറ്റ് പിരമിഡ്സ് എന്ന് പറയുന്നത്. ഇത്രയും വലിയൊരു മോണുമെന്റ് പണിയാൻ വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത് ആനകളെ ഉപയോഗിച്ചിട്ടില്ലെന്നാണ് പറയപ്പെടുന്നത്. ഇത് ശരിക്കും ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഏകദേശം 2.5 ടണ്ണോളം ഭാരം വരുന്ന ഒരു കല്ല് ഏകദേശം 800 കിലോമീറ്റർ ദൂരത്തു നിന്ന് കൊണ്ടുവരുന്നത് നിസ്സാര പരിപാടിയൊന്നുമല്ല. അത് 1-2 ഒന്നല്ല, ഏകദേശം 25 ലക്ഷം കട്ടകൾ കൊണ്ടാണ് ഈ പിരമിഡ്സ് നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ ഒരു പിരമിഡിന്റെ കാര്യമുണ്ട് ഇവിടെ പറഞ്ഞത്. എന്നിട്ട് പോലും താജ്മഹൽ പണിയുന്നതിന് ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇവർ ഈ ഒരു മോണുമെന്റ് ഏകദേശം 20 വർഷങ്ങൾ കൊണ്ടാണ് പണി തീർത്തത്. ഗ്രേറ്റ് പിരമിഡ്സ് 481 അടി ഉയരത്തിലാണ് നിൽക്കുന്നത്. അതായത് നമ്മുടെ താജ്മഹലിന്റെ ഇരട്ടി വലുപ്പമുണ്ട്. ഇത് ഇത്രയും എഞ്ചിനീയറിംഗ് കോംപ്ലക്സിറ്റി നിറഞ്ഞ ഒരു സ്ട്രക്ചർ ആയതുകൊണ്ട് ഒരുപാട് പേർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയാൻ ആഗ്രഹം ഇതിന്റെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരുപാട് മിസ്റ്ററീസ് ആണ്. ഇപ്പൊ നമ്മുടെ മോഡേൺ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ്, അതായത് JCB, ക്രെയിൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഗിസേനെ പണിതെടുക്കുകയാണെങ്കിൽ ചുരുങ്ങിയത് ഒരു 5 വർഷങ്ങൾ എടുക്കുന്നതാണ് പറയപ്പെടുന്നത്. ഇത്രയും ടൈം എടുക്കാൻ കാരണം ഈ സ്ട്രക്ചറിന്റെ അൺബിലീവബിൾ ആയിട്ടുള്ള പ്രിസിഷൻ ആണ്. നമ്മുടെ ലോകത്ത് ഈ ഐഡന്റിക്കൽ പിരമിഡ് സ്ട്രക്ചേഴ്സ്, അതായത് ഈ പിരമിഡിന്റെ ഈ ഒരു സ്ട്രക്ചർ പല സ്ഥലങ്ങളിലായിട്ട് കണ്ടുവരുന്നുണ്ട്. ആഫ്രിക്കയിൽ, ഈജിപ്തിൽ, ചൈനയിൽ, അന്റാർട്ടിക്കയിൽ, ഈവൻ മാർസിൽ വരെയും കണ്ടുവരുന്നുണ്ട്. മാർസിന്റെ പിരമിഡ്സിനെ പറ്റി ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഭൂമിയിൽ കണ്ടുവരുന്ന ഈ പിരമിഡ് സ്ട്രക്ചേഴ്സ് ഒരുപാട് ദൂരത്തിന് സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. അതായത് ഒരു പിരമിഡ് സ്ട്രക്ചറും മറ്റൊരു പിരമിഡ് സ്ട്രക്ചേഴ്സും ഒരുപാട് ദൂരത്താണ് നിൽക്കുന്നത്. അപ്പൊ ഒരു ചോദ്യം എന്താ വെച്ചാൽ, ഇത്തരം പിരമിഡ് സ്ട്രക്ചേഴ്സ് ലോകത്തിന്റെ പല ഭാഗത്ത് എങ്ങനെ കണ്ടുവരുന്നു? പണ്ട് നമ്മൾ മനുഷ്യരെ ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇന്റലിജൻസ് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതിന്റെ ഒരു തെളിവായിരിക്കും ഇത്. കാരണം ഈ പിരമിഡ് സ്ട്രക്ചേഴ്സ് ഒക്കെ കണ്ടുവരുന്ന സ്ഥലങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതായത് ഈജിപ്തിലാണ് കണ്ടുവരുന്നത്, ചിലത് ചൈനയിലാണ് കണ്ടുവരുന്നത്. അപ്പൊ ഈ ഒരു കോമൺ ഡിസൈൻ എങ്ങനെയാണ് കിട്ടിയതിനെ പറ്റിയിട്ട് ഒരുപാട് ആംബിഗ്യൂറ്റി ഉണ്ട്. ഈ ലോകം കണ്ട വൺ ഓഫ് ദ മോസ്റ്റ് ഇന്നോവേറ്റീവ് മൈൻഡ്സ് ആയ നിക്കോള ടെസ്ല വിശ്വസിച്ചിരുന്നത് ഈ പിരമിഡ്സ് എന്ന് പറയുന്നത് ഒരു എനർജി ട്രാൻസ്മിറ്റിംഗ് ഡിവൈസ് ആണെന്നാണ്. അതിനെ പറ്റിയിട്ട് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഈ ലോകത്തിൽ ഏകദേശം 1000 പിരമിഡ് സ്ട്രക്ചേഴ്സ് കണ്ടുവരുന്നുണ്ട്. അതിലെല്ലാത്തിലും തന്നെ എഴുത്തും ഡ്രോയിങ്സും ഒക്കെ കണ്ടുവരുന്നുണ്ട്. ഇതിൽ പറയുന്നത് ആ പിരമിഡ്സ് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ആ രാജ്യത്തിന്റെ ഐതിഹ്യം എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സംഭവത്തിൽ കാണിക്കുന്നത്. പക്ഷെ നമ്മുടെ ഗ്രേറ്റ് പിരമിഡ്സിന്റെ കാര്യത്തിൽ ചെറിയൊരു കുഴപ്പമുണ്ട്. അതായത് മറ്റുള്ള പിരമിഡ്സിലൊക്കെ കണ്ടുവരുന്ന പോലത്തെ ഡ്രോയിങ്സോ പെയിന്റിങ്സോ റൈറ്റിങ്സോ ഒന്നും തന്നെ ഈ ഗ്രേറ്റ് പിരമിഡ്സിന്റെ അകത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് റിസർച്ചേഴ്സും എന്തോസിയസ്റ്റ് ഒക്കെ പറയുന്നത് ഇതൊരു ഏൻഷ്യൻ പവർ പ്ലാന്റ് ആണെന്നാണ്. പിന്നെ നമ്മളിപ്പോൾ പിരമിഡ്സിനെ പറ്റിയാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്കും എനിക്കും ഉണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണയാണ്, അതായത് പിരമിഡ്സ് എന്ന് പറയുന്നത് ഒരു ശവക്കല്ലറയാണെന്നാണ്. അതായത് വലിയ ഫാരോസിനെ മമ്മിഫൈ ചെയ്ത് പിരമിഡ്സിന്റെ അകത്ത് വെച്ചിരിക്കുന്നതായിട്ടാണ് നമ്മളെല്ലാവരും വിചാരിക്കുന്നത്. പക്ഷെ ശരിക്കും പിരമിഡ്സിന്റെ അകത്ത് മമ്മീസിനെ കാണാൻ പറ്റില്ല. ജനറലി പിരമിഡ്സിന്റെ ചുറ്റുപാടുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഈ ലോകത്തിലത്തെ ഏറ്റവും പ്രിസൈസ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിൽ ഒന്നാണ് ഗ്രേറ്റ് പിരമിഡ്സ്. ഇതിൽ ഒരു തരത്തിലുള്ള ജിയോ മെക്കാനിസം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതായത് പിരമിഡ്സും ഭൂമിയുടെ സ്ട്രക്ചറുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതായത് ഭൂമിയിൽ സംഭവിക്കുന്ന എന്തെങ്കിലും ചലനങ്ങളോ വൈബ്രേഷൻസോ പിരമിഡ്സിലേക്ക് ഡയറക്ട്ലി റെസനേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഏറ്റവും ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം എന്താ വെച്ചാൽ, ഏകദേശം 4500 വർഷങ്ങൾക്ക് മുമ്പ് ഇവർ കെമിക്കൽ റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഗ്രേറ്റ് പിരമിഡ്സിന്റെ അകത്ത് ഒരു തരത്തിലുള്ള ചേംബേഴ്സ് കണ്ടുവരുന്നുണ്ട്, അതായത് കല്ലറകൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ കല്ലറകൾ തമ്മിൽ ഒരു തരത്തിലുള്ള ചാനൽ വെച്ച് കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ ചാനലുകളുടെ ഭിത്തി നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ 2 തരത്തിലുള്ള കെമിക്കൽസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ 2 കെമിക്കൽസും വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഭയങ്കര ഹൈ കലോറിഫിക് വാല്യൂ ഉള്ള ഒരു ഫ്യൂവലാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ കത്തുപിടിക്കുന്ന ഒരു ഫ്യൂവലാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു ഏൻഷ്യൻ പവർ പ്ലാന്റ് ആണ് നമ്മുടെ ഗ്രേറ്റ് പിരമിഡ്സ് എന്ന് ഒരുപാട് റിസർച്ച് പറയുന്നുണ്ട്. ഈ റിയാക്ഷന് വേണ്ടിയിട്ടുള്ള വെള്ളം ശേഖരിക്കുന്നത് നൈൽ റിവറിൽ നിന്നാണ്. പിരമിഡിന്റെ സൈഡിൽ തന്നെ ഒരു തരത്തിലുള്ള വാട്ടർ ബാരിയർ ഉണ്ട്. അപ്പൊ ഇതിന്റെ അകത്താണ് നൈൽ റിവറിൽ നിന്നുള്ള വെള്ളം ശേഖരിക്കുന്നത്. ഈ വാട്ടർ ബാരിയർ ഈ ചാനൽസിലേക്ക് ഡയറക്ട്ലി കണക്റ്റഡ് ആണ്. അപ്പൊ അങ്ങനെയാണ് ഇവർ ഈ റിയാക്ഷൻ അച്ചീവ് ചെയ്യുന്നതാണ് ഒരുപാട് റിസർച്ച് പറയുന്നത്. ഈ ഒരു ഫാക്റ്റും നിക്കോള ടെസ്ല പറഞ്ഞതുപോലെ ഇതൊരു എനർജി ട്രാൻസ്മിറ്റിംഗ്
ഓട്ടോമേറ്റിക് ഡിവൈസ് ആണെന്നുള്ളൊരു കാര്യം നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റും. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇവർ ഈ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. നിങ്ങൾക്ക് എന്തായിട്ടാണ് തോന്നുന്നത് അത് കമൻറ്റ് ചെയ്യുക. പിരമിഡ്സ് പാർട്ട് 1 വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഞാനൊന്ന് എലാബറേറ്റ് ചെയ്ത് പറഞ്ഞുതരാം. അതായത് ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുടെ സ്ട്രക്ചറായിട്ട് ഭയങ്കര കോറിലേറ്റഡ് ആണ്. ഏകദേശം 4500 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭൂമിയുടെ കറക്റ്റ് ജിയോളജിക്കൽ സ്ട്രക്ചർ, നമ്മുടെ ഭൂമിയുടെ കറക്റ്റ് ഇക്വറ്റോറിയൽ സർക്കംഫറൻസ്, നമ്മുടെ ഭൂമിയുടെ പോളാർ ഡയമീറ്റർ അത് 99.99% അക്യുറസിയോടെ ഇവർക്ക് അറിയാമായിരുന്നു. അതായത് പിരമിഡ്സിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 482.7575 ഫീറ്റ് ആണ്. പിന്നെ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 760 അടിയാണ്. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. നമ്മുടെ ഗിസയുടെ പിരമിഡ്സിന്റെ ഈസ്റ്റ് സൈഡിലത്തെ ലെങ്ത്തും നോർത്ത് സൈഡിലത്തെ ലെങ്ത്തും നമ്മളൊന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമി ഒരു സെക്കൻഡിൽ എത്ര അടി ട്രാവൽ ചെയ്യുന്നുള്ളത് കറക്റ്റ് ആയിട്ട് കിട്ടും. ഞെട്ടാൻ പറ്റിയ ഒരു കാര്യം കൂടിയുണ്ട്. ഈ ഗിസയുടെ ഈസ്റ്റ് ഫേസിലത്തെ ലെങ്ത്തും നോർത്ത് ഫേസിലത്തെ ലെങ്ത്തും കറക്റ്റ് അക്യുറസിയോടെ നമ്മൾ മെഷർ ചെയ്തിട്ട് അത് ആഡ് ചെയ്തിട്ട് ഒരു ദിവസമായി 24 മണിക്കൂറിനെ സെക്കൻഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അത് ആദ്യത്തെ സംഖ്യയായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ കറക്റ്റ് സർക്കംഫറൻസ് കിട്ടും. ഇത് കൂടാണ്ട് പാർട്ട് 1 ഞാൻ 1-2 കാര്യങ്ങളും കൂടി എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഗിസയിൽ കണ്ടുവരുന്ന ഈ പിരമിഡ്സ് ജസ്റ്റ് ഒരു സ്ട്രക്ചർ മാത്രമല്ല, നമ്മുടെ ഭൂമിയുടെ ജിയോളജിക്കൽ സ്ട്രക്ചറിനെ ഫുള്ളായിട്ട് ഇങ്ങനെ എൻകോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ മാർവലാണെന്ന് വേണമെങ്കിൽ പറയാം. അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഇത്രയും സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് ഇവർ 4500 വർഷങ്ങൾക്ക് മുമ്പ് സെറ്റാക്കിയെന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് മനസ്സിലാവുന്നത്. എനിക്ക് മാത്രമല്ല ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്തിട്ടുള്ളത്, ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തിട്ടുള്ള സയൻറ്റിസ്റ്റുമാരൊക്കെ കുഴപ്പിച്ചൊരു സംഭവമാണ് ഇത്. എങ്ങനെയാണ് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ കാര്യങ്ങളൊക്കെ ഇവർക്ക് കിട്ടിയെന്നുള്ളതിനെ പറ്റിയിട്ട്. അതുമാത്രമല്ല വേറൊരു സംഭവം കൂടിയുണ്ട്. നമ്മുടെ ഭൂമിയെ മാത്രമല്ല ഇത് പിടിച്ചിട്ടുള്ളത്, സ്പേസിലും പിടിച്ചിട്ടുണ്ട്. അതായത് ഓറിയോൺ എന്ന് പറഞ്ഞ കോൺസ്റ്റലേഷനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ കോൺസ്റ്റലേഷനിലെ നടുക്ക് കണ്ടുവരുന്ന 3 സ്റ്റാർസിനെ കറക്റ്റ് അലൈൻ ചെയ്തിട്ടാണ് ഈ സംഭവം നിൽക്കുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് ഇവർ ചെയ്തതെന്ന് യാതൊരു ഐഡിയ എനിക്കില്ല. ഇത് മാത്രമല്ല ഇനിയുണ്ട് പറയാനായിട്ട്. ഈ പിരമിഡ്സിന്റെ അകത്തുള്ള ഒരുപാട് സ്ട്രക്ചേഴ്സൊക്കെ പണിതിരുന്നത് ഗ്രാനൈറ്റ് കൊണ്ടാണ്. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇവർ വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് വരുന്നുണ്ട്. അതായത് ഗ്രാനൈറ്റ് ഇങ്ങനെ തുളയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് വരുന്നുണ്ട്. അതായത് നമ്മളിപ്പോഴത്തെ ഡ്രില്ലർ ഉപയോഗിച്ച് ഡ്രില്ല് ചെയ്യുന്ന പോലെ ആ കാലത്ത് ഹാൻഡ് ഡ്രില്ലാണ് ഉപയോഗിച്ചിരുന്നത്. അതായത് 2 വർക്കേഴ്സ് അപ്പുറം ഇപ്പുറം നിന്നിട്ട് കയറിൽ കെട്ടിങ്ങനെ വലിച്ചിങ്ങനെ ചെയ്യുന്ന ഒരു തരത്തിലുള്ളൊരു ഡ്രില്ലിംഗ് ആയിരുന്നു ആ കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്നത്. അങ്ങനെയാണെന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. പക്ഷെ ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. പണ്ട് ഈ ഗ്രേറ്റ് പിരമിഡ്സിന്റെ ഒരുപാട് ബ്രിട്ടീഷ് ആർക്കിയോളജിസ്റ്റ് ഒക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തു. അതായത് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്നൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കി. അപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രിട്ടീഷ് ആർക്കിയോളജിസ്റ്റിന് ഒരു സ്പെസിമെൻ കിട്ടി. സംഭവം എന്താ വെച്ചാൽ ഇതൊരു പീസ് ഗ്രാനൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഗ്രാനൈറ്റ് എന്തെങ്കിലും ഒരു ബിറ്റൊക്കെ ഉപയോഗിച്ച് തുളച്ച് കഴിയുമ്പോൾ നമുക്ക് ആ പീസ് ഇങ്ങനെ എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലായിരിക്കും നമ്മളതിങ്ങനെ കോർ ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു പീസ് നമുക്കിങ്ങനെ കിട്ടും. ഒരു സിലിണ്ടർ പോലെ ഇരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ട്, അതായത് ഇങ്ങനെ കയറ് കെട്ടി വലിക്കുന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സംഭവം നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ കോറിന് ചുറ്റും ആ ബിറ്റ് പോയ ഒരു പാറ്റേൺ ഉണ്ടാവും. ഈ ടൂൾ ഇങ്ങനെ ടു ആൻഡ് ഫ്രോ മോഷനിൽ പോകുന്നത് കൊണ്ട് ആ കോർ സാമ്പിളിന് കിട്ടേണ്ട പാറ്റേൺ എന്ന് പറയുന്നത് ആ തരത്തിലായിരിക്കും. അതായത് ഇങ്ങനെ ലൈൻ പോലത്തെ പാറ്റേൺ ആയിരിക്കണം ആ ഒരു കോർ സാമ്പിളിന് കിട്ടേണ്ടത്. പക്ഷേ ഈ ആർക്കിയോളജിസ്റ്റിന് കിട്ടിയ കോർ സാമ്പിളിന് ചെറിയൊരു കുഴപ്പമുണ്ട്. അതായത് അദ്ദേഹത്തിന് കിട്ടിയ കോറിങ് സാമ്പിളിന്റെ ഗ്രൂസ് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈനായിരുന്നു. അപ്പോൾ ഈ ഒരു സ്പെസിമെനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നോക്കുകയും അത്ഭുതപ്പെടുകയൊക്കെ ചെയ്തു. അതായത് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണ് ഈ ഒരു സംഭവം അച്ചീവ് ചെയ്തെന്നുള്ള കാര്യത്തിൽ യാതൊരു ഐഡിയ ആർക്കും ഉണ്ടായിരുന്നില്ല. അതായത് നമ്മളിങ്ങനെ കറക്റ്റ് ആയിട്ട് ഒരൊറ്റ കോറിങ്ങിൽ നമ്മൾ ആ ഒരു പീസ് ഇങ്ങനെ പുറത്തേക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണമെങ്കിൽ മിനിമം ഒരു ഹൈലി പ്രിസൈസ് ആയിട്ടുള്ള ഡയമണ്ട് കട്ടിംഗ് ബിറ്റും അതിന് വേണ്ട മെഷീനറി വേണമെന്നാണ് പറയപ്പെടുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൈകൊണ്ട് ചെയ്യുന്നതും ഒരു മെഷീൻ ഉപയോഗിച്ച് ചെയ്യുന്നതും തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെയുണ്ട്. ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ കോറിങ് സാമ്പിൾ ഇപ്പോഴും ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ പോയാൽ കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്താ വെച്ചാൽ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് എവിടെ നിന്നാണ് ഇവർക്ക് ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി കിട്ടിയത്? അതായത് ഭയങ്കര കട്ടിയുള്ള ഒരു ഗ്രാനൈറ്റ് പീസിനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കോർ ചെയ്തെടുക്കാൻ പറ്റുന്ന ടെക്നോളജിയൊക്കെ ഇവർക്ക് എവിടെ നിന്ന് കിട്ടി? എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്. അതായത് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ആ കാലത്തെ ഒരു ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഇത് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ എങ്ങനെയായിരിക്കും ഇത് അച്ചീവ് ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. അതുകൊണ്ടാണ് ഒരു കൂട്ടം ആൾക്കാർ പിരമിഡ്സ് പണിതെടുത്തത് ഏലിയൻസിന്റെ സഹായത്തോടെയാണെന്ന് പറയുന്നത്. അതായത് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഇവിടെ ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ കുറച്ച് പേരോട് ഡിസ്കഷൻ ചെയ്തായിരുന്നു. അപ്പോൾ അതിലുള്ള ഒരാൾ പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞു. അതായത് പണ്ട് ചൈനയിൽ ഒരു ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ടെസ്റ്റ് നടത്തി. ഓക്കെ, ഒരു ന്യൂക്കിൻ്റെ ടെസ്റ്റ് നടത്തിയായിരുന്നു.
ഇതിന് എക്സ്പ്ലോഷൻ അത്യാവശ്യം ഹിറോഷിമയിൽ കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലോഷൻ ആയിരുന്നു എന്നാണ് പുള്ളി പറഞ്ഞത്. ഇത് അത്യാവശ്യം സ്ട്രോങ് ആയതുകൊണ്ട് ഈ ഒരു എക്സ്പ്ലോഷൻ സംഭവിക്കുമ്പോൾ ആ എക്സ്പ്ലോഷന്റെ ഇമ്പാക്ട് ഈ ഭൂമിയിലൂടെ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകും. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഭയങ്കര വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ഭൂമിയുടെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് കറക്റ്റായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. അതായത് ഇത്രയും വലിയൊരു എക്സ്പ്ലോഷൻ സംഭവിക്കുന്നത് കൊണ്ട് ഈ വൈബ്രേഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഭൂമി മൊത്തം ഇങ്ങനെ ട്രാൻസ്ഫർ ആവും. അതായത് നമ്മുടെ ഭൂമിയുടെ അകത്തുള്ള കാര്യങ്ങളൊക്കെ സൈസ്മിക്കലി മാപ്പ് ചെയ്യാനൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. സൈസ്മിക് മാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈബ്രേഷൻസ് ഉപയോഗിച്ച് നമ്മുടെ ഭൂമിയുടെ അകത്തുള്ള പരിപാടികളൊക്കെ ഇങ്ങനെ കണ്ടുപിടിക്കുന്നതാണ്. അതായത് പ്രഗ്നൻസി സമയത്ത് അൾട്രാസോണിക് സ്കാനർ ഉപയോഗിച്ചിട്ട് അകത്തുള്ള കുഞ്ഞാവേനൊക്കെ കാണുന്നില്ലേ, അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഒരു എക്സ്പ്ലോഷൻ സംഭവിക്കുന്നതുകൊണ്ട് അതിന്റെ വൈബ്രേഷൻ ഭൂമിയുടെ അകത്തൂടെ പാസ് ചെയ്യുകയും അതിനൊരു സൈസ്മിക് ഡിറ്റക്ടർ വെച്ചിട്ട് നമ്മൾ ആ ഒരു ഫ്രീക്വൻസിനെ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു അകത്തുള്ള ഒരു മാപ്പിംഗ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അതായത് ക്രസ്റ്റ് എന്തോരമുണ്ട്, മാൻഡിൽ എന്തോരമുണ്ട്, അങ്ങനെയുള്ള പരിപാടികളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അങ്ങനെ ഈ ഒരു എക്സ്പ്ലോഷനും കാര്യങ്ങളൊക്കെ സംഭവിച്ചത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലോഷൻ ആയതുകൊണ്ട് നമ്മുടെ ഭൂമി മൊത്തം സ്പ്രെഡായി. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ സൈസ്മിക് ഡിറ്റക്ടേഴ്സ് അലാസ്കയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അലാസ്കയുടെ അണ്ടർഗ്രൗണ്ട് മാപ്പിംഗ് ഇവർക്ക് ക്ലിയർ ആയിട്ട് കിട്ടി. അവിടെ കണ്ടുപിടിച്ചത് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മുടെ ഗിസയിൽ കണ്ടുവരുന്ന പിരമിഡ്സിനെക്കാളും ഒരുപാട് വലിയ ഒരു അണ്ടർഗ്രൗണ്ട് പിരമിഡിക്കൽ സ്ട്രക്ചർ അവിടെ കണ്ടുപിടിച്ചു. ഈ ഒരു സ്ട്രക്ചറിനാണ് ബ്ലാക്ക് പിരമിഡ്സ് അല്ലെങ്കിൽ ഡാർക്ക് പിരമിഡ് എന്നൊക്കെ പറയുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ ഇൻഫോർമേഷൻ ഒന്നും എനിക്കറിയില്ല. ഈ ഒരു ഡിസ്കഷനിൽ ഞാൻ കേട്ടൊരു സംഭവമാണ്. ഇത് മാത്രമല്ല, പിരമിഡ്സിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അപ്പൊ പിരമിഡ്സിനെ പറ്റി ഇനിയൊരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഇത് അത്യാവശ്യം ലെങ്ത് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തുതന്നെയാലും നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് ബെർമുഡ ട്രയാങ്കിളിന്റെ സത്യാവസ്ഥ കാണണമെങ്കിൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണാം. അപ്പൊ ഞാൻ അധികം വലിച്ചിങ്ങനെ നീട്ടുന്നില്ല. എന്തായാലും നമുക്ക് ഇനി അടുത്ത വീഡിയോ ആക്കാം.